ആ കാലഘട്ടത്തിൽ തുടർച്ചയായി മെലഡി പാട്ടുകൾ പാടി ഹിറ്റാക്കിയിരുന്ന ദാസേട്ടനിൽ നിന്ന് മലയാളികൾ ഒരു അടിപൊളി ഫാസ്റ്റ് നമ്പർ പ്രതീക്ഷിച്ചിരുന്ന കാലം. ബേണി ഇഗ്നീഷ്യസ് സഹോദരന്മാർ ദാസേട്ടന് വേണ്ടി അങ്ങനെ ഒരു പാട്ടിന് അവസരമൊരുക്കി. ചിത്രം രഥോത്സവം, സംവിധാനം അനിൽ ബാബു. വർക്കൊന്നുമില്ലാതെ വെറുതെ ഇരിക്കുന്ന സമയത്ത് 2 രാഗങ്ങൾ ചേർത്ത് ബേണി ഇഗ്നീഷ്യസ് സഹോദരന്മാർ ഉണ്ടാക്കിയ ഈണമാണിത്. ഇവർ ഉപയോഗിച്ചിരുന്നത് ചാരുകേശ്, സരസാംഗ എന്നീ 2 രാഗങ്ങളാണ്. ഏതെങ്കിലും ഒരു ചിത്രത്തിന് ഈ ഈണം ഉപയോഗിക്കാമെന്ന് ബേണി ഇഗ്നീഷ്യസ് കരുതി. രഥോത്സവത്തിന്റെ സമയം വന്നപ്പോൾ ഇത് സംവിധായകൻ അനിലിനെ കേൾപ്പിച്ചു. അദ്ദേഹത്തിന് ഇത് നന്നായി ഇഷ്ടമായി. ഒരു തമിഴ് കൾച്ചറുള്ള ഈണമാണിത്. ഗിരീഷ് അതിവേഗം ഈ പാട്ടിനുള്ള വരികൾ തയ്യാറാക്കി. ചെന്നൈയിൽ കമ്പ്യൂട്ടറൈസ്ഡ് റെക്കോർഡിംഗ് തുടങ്ങുന്ന കാലമാണ്. രാവിലെ മാത്രമേ സ്റ്റുഡിയോ ഒഴിവുള്ളൂ. അതുകൊണ്ട് തന്നെ അതിരാവിലെ ചിത്രയോടും ദാസേട്ടനോടും പാട്ടുപാടാൻ സ്റ്റുഡിയോയിലെത്താൻ ആവശ്യപ്പെട്ടു. ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് ചിത്രയുടെ ഭാഗമാണ്. ദാസേട്ടനോട് അല്പം കഴിഞ്ഞ് വന്നാൽ മതി എന്നാണ് പറഞ്ഞത്. എന്തായാലും ചിത്ര പാടുന്നത് കേൾക്കാമല്ലോ എന്ന് കരുതി അതിരാവിലെ തന്നെ ദാസേട്ടനും സ്റ്റുഡിയോയിലെത്തി. സ്റ്റുഡിയോയിൽ അരമണിക്കൂർ മുൻപേ എത്തിയ ദാസേട്ടൻ സംഗീത സംവിധായകന്റെ കസേരയിലിരുന്നു. ദാസേട്ടനെ കണ്ട ചിത്രയ്ക്ക് ആകെ അങ്കലാപ്പായി. പാടാൻ ചെറിയൊരു വിമുഖത. ദാസേട്ടൻ ബേണി ഇഗ്നീഷ്യസിനോട് ചോദിച്ചു, ഞാൻ ഈ പാട്ട് നന്നായി പഠിച്ചിട്ടുണ്ട്, ഞാൻ ചിത്രയെ കൊണ്ട് പാടിപ്പിച്ചോട്ടെ എന്ന്. ബേണി ഇഗ്നീഷ്യസിന് ഇരട്ടി സമ്മതം. പിന്നെ ദാസേട്ടനാണ് ചിത്രയെ കൊണ്ട് ഈ പാട്ട് പൂർണ്ണമായി പാടിച്ചത്. ഇനി ദാസേട്ടന്റെ ഊഴമാണ്. ദാസേട്ടൻ നമുക്കൊരു 1.5 അടിപൊളി പാട്ടാണ് വേണ്ടതെന്ന് ബേണി ഇഗ്നീഷ്യസ് യേശുദാസിനോട് പറഞ്ഞു. അങ്ങനെയാണോ? എങ്കിൽ ശരി എന്ന് പറഞ്ഞ് ദാസേട്ടൻ കുണ്ട് മടക്കി കുത്തി നേരെ ഓഡിയോ ബൂത്തിലേക്ക് അങ്ങ് കയറി. പിന്നെ കണ്ടത് പൊടിപൂരം. ഗാനമേളകളിൽ ഈ പാട്ടുപാടാൻ ദാസേട്ടന് വലിയ താല്പര്യമായിരുന്നു. ഈ പാട്ടിലൂടെ ബേണി ഇഗ്നീഷ്യസിന്റെ ഖ്യാതി അങ്ങ് തമിഴ്നാട് വരെ എത്തി. പാട്ടുവഴി ഇനി നാളെ.